നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മാടക്കത്തറ നടത്തണ പഞ്ചായത്തുകളുടെ ഫുട്ബോൾ പരിശീലനം മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ഭീഷണിക്കെതിരെ പച്ചയണിഞ്ഞ് മൺസൂൺ വാക്ക് തൃശൂർ SP സലീഷ് S ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മണ്ണുത്തി സൊസൈറ്റി ഹാളിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പെറ്റ് സൂ ആരംഭിക്കുന്നതിന്റെ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞതായും കുട്ടികൾക്ക് അരുമ മൃഗങ്ങളുമായി ഉല്ലസിക്കുവാനുള്ള സാധ്യതയാണ് ഇവിടെ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സൂവിൽ വരുന്ന കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കുവാനും 4 തരത്തിലുള്ള രാജ്യങ്ങളിലെ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണുവാനും പറ്റുന്ന പ്രത്യേകം സംവിധാനമാണ് വെർച്വൽ സൂവിൽ ഒരുക്കുന്നത്. കണ്ണട വെച്ച് കാണുന്ന സംവിധാനമല്ല, അവർക്ക് യാത്ര ചെയ്യുവാനും ഇഷ്ടമുള്ള മൃഗങ്ങളെ തൊട്ട് നിന്ന് കാണുവാനും ആസ്വദിക്കുവാനുമുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും 45 മിനിറ്റോളം യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ ഒരുക്കുവാനുള്ള സൗകര്യങ്ങൾ ഓഗസ്റ്റ് 15 നേരിട്ട് പരിശോധിക്കുമെന്നും ആവശ്യമായ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായെന്നും മറ്റു മൃഗശാലകളിൽ നിന്നും മൃഗങ്ങളെ കൊണ്ടുവരുന്നതും പാർക്ക് ശുചീകരണവും മാത്രമാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. കർണാടകയിൽ നിന്നും 246 തരം മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്നതിന് നടപടികളും അവസാന ഘട്ടത്തിലാണ്. വിദേശത്ത് നിന്ന് 5 തരത്തിലുള്ള പക്ഷികളെ കൊണ്ടുവരുന്നതിനുള്ള നടപടികളുമായും മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓറിയന്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗം സുജിത അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാകാവുന്ന, അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, ഞാനും സ്പെഷ്യൽ ഓഫീസറും ഉള്ളപ്പോൾ പറഞ്ഞത് 45 മിനിറ്റോളം അതിനകത്ത് യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഒപ്പമാണ് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറയുന്ന സൂ സഫാരി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്. നേരത്തെ നെയ്യാറിൽ ലയൺ സഫാരി ഉണ്ടായിരുന്നു, അതിപ്പോൾ ആ വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ സഫാരിയുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് ആളുകളെ കുറേ കൂടി ആകർഷിക്കാൻ നമുക്ക് സാധ്യമാകും. 136 മാനുകളാണ് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തൃശ്ശൂരും തിരുവനന്തപുരത്തുമുള്ള മൃഗശാലകളിൽ നിന്ന് മൃഗങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. വീണ്ടും ഒരു അംഗീകാരം സെൻട്രൽ സൂവിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു, അതും കിട്ടി. ഇപ്പോൾ നാളെ 2 കടുവ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ മകരാജ്, നാളെ 2 കടുവ ഇങ്ങോട്ട് വരുന്നുണ്ട് തൃശ്ശൂർ സൂവിലെ. തൃശ്ശൂർ സൂ പൂർണ്ണമായിട്ടും ആഗസ്റ്റ് മാസത്തിൽ തന്നെ മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് പുറമെ 246 ചെറുതും വലുതുമായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുമാണ് ഇപ്പോൾ നമുക്ക്
കർണാടകയിൽ നിന്ന് നേരത്തെ മന്ത്രിതലത്തിൽ നടത്തിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയുണ്ടായിട്ടുള്ളത്. നാളെ അതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം പരസ്പരം ആലോചിച്ച് കൈമാറുന്നതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഡയറക്ടറെ നാഗരാജനെ ഞങ്ങൾ കർണാടകയിലേക്ക് അയക്കുകയാണ്. അദ്ദേഹം അവിടെ പോയി ക്യാമ്പ് ചെയ്ത് ആ ധാരണകളുണ്ടാക്കി എന്നു മുതൽ മാറ്റി തുടങ്ങാം എന്നുള്ളതിൻ്റെ സംവിധാനങ്ങളുമായി വരും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ വിദേശത്ത് നിന്നുള്ള 5 തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും വരാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ മാസം തന്നെ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് ടെൻഡർ ഇട്ട് ആ നടപടികളിലേക്കും പോകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് വല്ലാത്തൊരു അനുഭവമായി നമ്മുടെ നാട്ടിൽ എത്രയോ കാലത്ത് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണെന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പുത്തൂർ മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും നമ്മൾ പോയി കഴിഞ്ഞു. സഫാരി കൂടി വരിക നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഈ അർത്ഥത്തിൽ പൂർണ്ണമല്ല. ഇനിയും സഫാരിക്കകത്ത് സസ്യഭോജികളും മാംസഭോജികളുമായിട്ടുള്ള മൃഗങ്ങൾക്ക് വേണ്ടി 2 തരം സഫാരികൾ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടമാണിത്. ഇവിടെ ഇപ്പോൾ ആദ്യം വരുന്ന വിവിധ തരത്തിലുള്ള മാനുകളെ പാർപ്പിക്കാനുള്ള കൂടുകൾ പോലത്തെ സംവിധാനങ്ങൾ ആദ്യം ഇവിടെ ആരംഭിക്കും. പിന്നെ ഒരുക്കിയതിന് ശേഷം, വഴിയൊരുക്കിയതിന് ശേഷം അങ്ങോട്ട് അതിനെ തുടർന്ന് വിടും. ഏതാണ്ട് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗൂഗിളിൽ പുത്തൂർ ഹെവൻ എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള, ആരോ നേരത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്ക് സൂര്യോദയാസ്തമയങ്ങൾ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വളരെ മനോഹരമായി പകലും കാണാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല ഗംഭീരമായ ഒരു പോർഷനാക്കി അതിനെ മാറ്റണം എന്നുകൂടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ അർത്ഥതലങ്ങളിലേക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അതിനകത്തെ കാഴ്ച കൊണ്ടും ഒരു നാടിനെയാകെ സാമൂഹിക സാംസ്കാരിക ശാക്തീകരണത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ കൊണ്ടും ശ്രദ്ധേയമാകും. ഇതിന് കൊട്ടിഘോഷിക്കപ്പെട്ട ഉദ്ഘാടനങ്ങളില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഫിനിഷിംഗ് ഉദ്ഘാടനങ്ങൾ മാത്രമാണ് വിപുലമായി നമ്മൾ നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളൂ. 1-2 ഘട്ടങ്ങളിൽ അത് കഴിഞ്ഞു. ഇനി ഔപചാരികമായി സൂവിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി നമുക്ക് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സഫാരി പാർക്കിന് ഔപചാരികമായി ഇന്ന് തുടക്കം കൊടുക്കും. മാടക്കത്തറ നടത്തറ പഞ്ചായത്തുകളുടെ ഫുട്ബോൾ പരിശീലനം ഡോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഡോൺ ബോസ്കോ റെക്ടർ ആൻഡ് മാനേജർ ഫാദർ ജോയ്സി തോണിക്കുഴിയിൽ അധ്യക്ഷം വഹിച്ചു. മന്ത്രി കെ രാജൻ ഭദ്രദീപം തെളിയിച്ച് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിര മോഹനൻ, ശ്രീവിദ്യ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർ സ്പോർട്സ് ഫോർ ചേഞ്ച് ഫാദർ ജിൻഡോ കുന്നത്ത്, പ്രിൻസിപ്പാൾ ഫാദർ ടോമി ചിറക്കൽ, കൗൺസിലർ രേഷ്മ ഹേമേജ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഫാദർ അഗസ്റ്റിൻ പുളിമൂട്ടിൽ സ്വാഗതവും ബ്രദർ ടോമിൻ ജോജി നന്ദിയും പറഞ്ഞു. ഒരാൾക്ക് ജീവിതത്തിൻ്റെ പുതുമകളിലേക്ക് നടക്കാനും മാറാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി കായിക മേഖലയിലെ ശ്രദ്ധേയമായ ഇടപെടലാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഡോൺ ബോസ്കോയുടെ നേതൃത്വത്തിൽ 2 സ്കൂളുകളിലെയും 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുരുങ്ങിയത് 2 വർഷക്കാലം നടക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു കോച്ചിങ്ങാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളതും ഇവിടെ ഔപചാരികമായി മാത്രം ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ 2 പഞ്ചായത്തുകളും എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ കൂടി ഭാഗമാണ്. നടക്കത്തറയും നടത്തറയും ധാരാളമായിട്ടുള്ള കളിക്കടങ്ങൾ ഇപ്പോൾ കേരളത്തിന് പുതിയതായി വന്നു ഭവിക്കുകയും കേരളത്തിലെ ഗവൺമെൻറ് കിഫ്ബിയിലൂടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു പഞ്ചായത്ത് ഒരു കളിക്കണമെങ്കിലും വേണമെന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്
കേരളത്തിൻ്റെ കായിക മേഖലയിലെ വലിയ മാറ്റമാണ് മയക്കുമരുന്നിൽ നിന്നും മദ്യത്തിൽ നിന്നും അത് ഉത്പാദിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അപകടങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്ന് നാം തിരിച്ചറിയുന്നു എന്നുള്ളത്. എന്നാൽ കായിക മേഖലയിലെ വലിയ മാറ്റത്തിന് വഴിവരുന്നതും അവർ ചാമ്പ്യന്മാരാകും എന്നത് മാത്രമല്ല, ജീവിതത്തെ ഏറ്റവും കൃത്യതയോടെ വാർത്തെടുക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കായിക മേഖലയിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഡോൺ ബോസ്കോ സ്കൂൾ, 2 പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ, ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികൾ, SOSലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവർക്കെല്ലാം ഒരുമിച്ചിരിക്കാനും കളിക്കളത്തിൽ കളിച്ചു പഠിക്കാനും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പൂർണ്ണ സൗജന്യമായി ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അകമലയിൽ താൽക്കാലികമായി RRT പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ MP. തൃശൂർ ജില്ലയിലെ ചേലക്കര, വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനായി കെ രാധാകൃഷ്ണൻ MPയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. താൽക്കാലിക റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അകമല കേന്ദ്രീകരിച്ച് തിങ്കളാഴ്ച തന്നെ പ്രവർത്തിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും MP അറിയിച്ചു. മേഖലയിലെ ഫോറസ്റ്റ് ഓഫീസുകളിലെ ജീവനക്കാരുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി ജീവനക്കാരെ മറ്റു മേഖലകളിൽ നിന്ന് പുനർവിന്യസിക്കും. ചേലക്കര, വാഴാനി പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോളാർ ഫെൻസിംഗ് പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുവാനും പ്രദേശത്ത് മൃഗങ്ങളുടെ സാന്നിധ്യം അറിയുവാൻ സെൻസറുകൾ സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. വനയോര മേഖലകളിലെ പൊതുജനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PRTകളുടെ പരിശീലനം ഓഗസ്റ്റ് 13 ആരംഭിക്കും. ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് തിരിച്ചയക്കുവാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി വേഗത്തിൽ നടപ്പിലാക്കുവാനും നിർദ്ദേശം നൽകി. കുതിരാൻ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമായ ഫണ്ട് ഈ വിഷയത്തിൽ ഗുണപ്രദമായി വിനിയോഗിക്കും. ഘട്ടം ഘട്ടമായി ആനകളെ ഇവിടെ നിന്നും തുരത്തി പിന്നീട് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. പീച്ചി, വാഴാനി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 13 യോഗം ചേരും. മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് യോഗം ചേരുവാനും ജാഗ്രതാ സമിതിയുടെ സേവനം മെച്ചപ്പെടുത്തുവാനും നടപടി വേണമെന്നും ജനങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനം വനംവകുപ്പിൽ നിന്ന് ഉണ്ടാകണമെന്നും സമയബന്ധിതമായി എല്ലാ തീരുമാനങ്ങൾ നടപ്പാക്കണമെന്നും MP അറിയിച്ചു. MLAമാരായ CVR ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആടലരശൻ, DFO ഇൻചാർജ് അഭയ് യാദവ്, ഡെപ്യൂട്ടി കളക്ടർ CS രാജേഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, മുള്ളൂർക്കര പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, തിക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, കുന്നംകുളം ACP സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KR മായ, P സാബിറ, വിവിധ സ്റ്റേഷനുകളിലെ ഫോറസ്റ്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CPI പാണഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി അനുമോദന സദസ്സ് കുഴൽക്കിണറിന് സമീപം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി 1-ാം വാർഡിലെ കലാകായിക സാംസ്കാരിക രംഗത്തെ താരങ്ങൾ, SSLC+2 വിജയികൾ, അങ്കണവാടി പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെ ആദരിച്ചു. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയാണ്. സംഘാടനം സമിതിയിലെ പാണഞ്ചേരി ബ്രാഞ്ചാണെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കൂടിച്ചേരാനുള്ള ഒരു ഇടവായി ഉന്നതൻ്റെ വീടിൻ്റെ ഈ തടസ്സമാക്കി വളരെ സന്തോഷപൂർവ്വം നമ്മളെല്ലാവരും കൂടെ തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ 10ാം ക്ലാസ്സും +2 പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ഒരു തവണത്തെ അനുമോദന അവസരം. പക്ഷേ ഇവിടെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചപ്പോൾ ഇതിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കി. നമ്മുടെ നാട് മുഴുവൻ ഹരിതാപമാക്കി തീർക്കാൻ വേണ്ടി വ്യാപകമില്ലാത്ത വിധം അധ്വാനിക്കുന്ന ഹരിത കർമ്മസേനാംഗങ്ങൾ, കുഞ്ഞുമല ചൂടിയുടെ തൊഴിലുറപ്പ് ബന്ധപ്പെട്ട ആളായതുകൊണ്ട്
പഠനകമ്പം പോലെയാണ് തൊഴിലുറപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകർ നമ്മുടെ മക്കളെ യഥാർത്ഥത്തിൽ ഏറ്റവും പഠിപ്പിക്കാൻ പ്രയാസം യൂണിവേഴ്സിറ്റിയിലോ ഡോക്ടറേറ്റിനോ അല്ല. ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധി ഉറക്കുന്നതിന് മുമ്പ് ഏത് കുട്ടിയിലാണ് വെള്ളം ഒഴിക്കുന്നത് ആ കുട്ടിയുടെ രൂപത്തിൽ വെള്ളം പരിണമിക്കുമെന്ന് പറയുന്നത് പോലെ അംഗനവാടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. തെരുവുനായ് ഭീഷണിക്കെതിരെ പച്ചയണിഞ്ഞ മൺസൂൺ വാക്ക്. പച്ച ടീഷർട്ടും വെള്ളത്തൊപ്പിയും ധരിച്ച് സ്ത്രീകളടക്കമുള്ള പ്രഭാത നടത്തക്കാർ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കണമെന്ന സന്ദേശവുമായി മൺസൂൺ വാക്ക് നടത്തി. വേൾഡ് മലയാളി കൗൺസിൽ വള്ളുവനാട് പ്രൊവിൻസ് സംഘടിപ്പിച്ച മഴക്കാല നടത്തത്തിൽ വിവിധ പ്രദേശങ്ങളിലെ പ്രഭാത നടത്ത സംഘങ്ങളിലെ 700ഓളം പേർ പങ്കാളികളായി. തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ മണികണ്ഠനാൽ തറക്കരികിൽ തൃശൂർ ACP സലീഷ് N ശങ്കരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരുവുനായ ഭീഷണിക്കെതിരെ പ്രചാരണം നയിക്കുന്ന ജോസ് മാവേലി, A രാജീവ് തുടങ്ങിയവരെ ആദരിച്ചു. പൂമലയിലേക്ക് 14 കിലോമീറ്റർ ആയിരുന്നു നടത്തം. പൂമലയിലെ റിച്ച് ഇന്ത്യ റിസോർട്ടിൽ കൂട്ടനടത്തം സമാപിച്ചു. മെഗാ സുംബ ഡാൻസും അവതരിപ്പിച്ചു. പങ്കെടുത്തവർക്ക് ടീഷർട്ടും തൊപ്പിയും ലഘുഭക്ഷണവും സൗജന്യമായി നൽകി. തെരുവുനായ്ക്കളുടെ ശല്യത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുവാനുള്ള പൈലറ്റ് പ്രോജക്റ്റായാണ് മൺസൂൺ വാക്ക് നടത്തിയത്. തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ നിർമ്മിക്കുവാൻ 2 ഏക്കർ സ്ഥലം ലഭിച്ചാൽ വിദേശങ്ങളിലേതുപോലെ സൗകര്യങ്ങളുള്ള ഷെൽട്ടറുകൾ നിർമ്മിച്ച് പരിപാലിക്കുവാൻ വേൾഡ് മലയാളി കൗൺസിൽ മുന്നിലുണ്ടാകുമെന്ന് വള്ളുവനാട് പ്രൊവിൻസ് ചെയർമാൻ ജോസ് പുതുക്കാട് അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ AS രാജീവ്, സുജിത് ശ്രീനിവാസൻ, ഗ്ലോബൽ വൈസ് ചെയർമാൻ സുരേന്ദ്രൻ കണ്ണാട്ട്, പ്രൊവിൻസ് സെക്രട്ടറി NP രാമചന്ദ്രൻ, ജെയ്സൺ മുറ്റിച്ചുകാരൻ, ആക്ടിംഗ് സെക്രട്ടറി ചന്ദ്രപ്രകാശ് എടമന, ട്രഷറർ രാജഗോപാലൻ, MMA റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ മേഖലകളിലെ പ്രശസ്തരായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, സജീവ് മഞ്ഞില, ടൈനി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
ഇറക്കുമതി തീരുവയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും മോദി ഭരണകൂടത്തിന്റെ നയപരാജയങ്ങൾക്കെതിരെയും KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് നേതൃത്വം നൽകിയ പ്രകടനത്തിൽ നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, A. പ്രസാദ്, IP പോൾ, CO ജേക്കബ്, KK ബാബു, അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് സിജോ കടവിൽ, അനിൽ പുളിക്കൻ, KH ഉസ്മാൻ ഖാൻ, ബിജോയ് ബാബു, ML ബേബി, സജീവൻ കുരിയച്ചിറ, MS ശിവരാമകൃഷ്ണൻ, സിബി ഗീത, രവി ജോസ് താണിക്കൽ, ഗോകുൽ ഗുരുവായൂർ, T. നിർമ്മല, ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിനും പ്രവർത്തക യോഗം മണ്ണുത്തി സൊസൈറ്റി ഹാളിൽ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CB രാജു അധ്യക്ഷം വഹിച്ചു. ആദ്യ മെമ്പർഷിപ്പ് CB രാജുവിനെ പ്രസിഡന്റ് പുഷ്പകുമാരി നൽകി. ടൈലർ ടച്ചിന്റെ ഉപകരണങ്ങൾ മെമ്പർമാർ വാങ്ങി ആ പണം അംഗങ്ങളുടെ ചാരിറ്റിക്ക് ഉപയോഗിക്കുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. തുടർന്ന് പുതിയ സെക്രട്ടറി ഷീജ പ്രഭാകരൻ, ട്രഷറർ PG ബിനേഷ്, TV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അമൃത രാജൻ സ്വാഗതവും മീനാക്ഷി നന്ദിയും രേഖപ്പെടുത്തി. ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ഒഴിവ്. ക്ഷേത്രം സെക്യൂരിറ്റി ഓഫീസർ കോയ്മ തസ്തികകളിൽ 21 ഒഴിവുകളാണുള്ളത്. 1 വർഷത്തേക്കാകും നിയമനം നടക്കുക. ഹിന്ദുക്കൾക്ക് ഓഗസ്റ്റ് 14 വരെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് 236 രൂപയ്ക്ക് ഓഗസ്റ്റ് 11 വരെ ലഭിക്കും. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ജൂനിയർ കമ്മീഷൻ ഓഫീസർ റാങ്കിലോ അതിൽ കുറയാത്ത തസ്തികയിൽ നിന്നോ വിരമിച്ചവരായിരിക്കണം. സെക്യൂരിറ്റി ഓഫീസർ, അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് അപേക്ഷിക്കുന്നവർ 40-60 വയസ്സിനിടയിലുള്ള ഹവിൽദാർ റാങ്കിൽ കുറയാത്ത തസ്തികയിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരും ആയിരിക്കണം. കോയ്മ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ബ്രാഹ്മണരായ 40-60 വയസ്സിനിടയിലുള്ള പുരുഷന്മാരും ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങളിൽ അറിവുള്ള, മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയണം. മികച്ച ആരോഗ്യവും നല്ല കാഴ്ചശക്തിയും വേണം. വയസ്സ്, യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന വിലാസത്തിലോ അയക്കാം. ഫോൺ 0487 2556 സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഓൺലൈനിലേക്ക് മൊബൈൽ ആപ്പ് തയ്യാറാക്കി ബെബ്കോ. സംസ്ഥാനത്ത് ഓൺലൈൻ വഴി മദ്യവിൽപ്പന നടത്തുവാനുള്ള തീരുമാനവുമായി വെബ്കോ. വരുമാനത്തിൽ വർധനവ് ലക്ഷ്യമിട്ടാണ് ഓൺലൈനിലൂടെ നിബന്ധനകൾക്ക് വിധേയമായി മദ്യവിൽപ്പനയൊരുക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ ശുപാർശ ബെബ്കോ MD ഹർഷിത അട്ടലൂരി സർക്കാരിനെ സമർപ്പിച്ചു. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ബെബ്കോ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കി. സ്വിഗ്ഗി അടക്കമുള്ള ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ താൽപ്പര്യമറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് ബെബ്കോ MD ഹർഷിത അട്ടലൂരി വ്യക്തമാക്കുന്നത്. ജീവനിയുടെ സൗജന്യ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്തു. ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ജീവനിയുടെ ഉദ്യമത്തിന്റെ ഭാഗമായി തൃശൂർ തൈക്കാട്ടുമൂസ് വക NSA ഔഷധശാലയുടെയും ജീവനിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് 1000 കുടുംബങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ജീവനിയുടെ ഓഫീസ് അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ച യോഗം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജീവനിയുടെ പ്രസിഡന്റ് KV അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ഔഷധ കഞ്ഞിക്കൂട്ടിന്റെ വിതരണോദ്ഘാടനവും MLA നിർവഹിച്ചു. സ്മൃതി S മേനോന്റെ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. ജീവനിയുടെ മാനേജിംഗ് ട്രസ്റ്റി M രാജേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് M ചന്ദ്രശേഖർ നന്ദിയും പറഞ്ഞു. ജീവനിയുടെ സെക്രട്ടറി A പത്മനാഭൻ, ട്രഷറർ M സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് സുജേഷ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ K രവീന്ദ്രനാഥൻ, 9ാം വാർഡ് മെമ്പർ ബെന്നി തെക്കിനിയത്ത്,
10ാം വാർഡ് മെമ്പർ സന്ധ്യ കുട്ടൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രുതി ശിവപ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാർക്കോകിലരി, ഏലത്തരി, ജീരകം, മല്ലി, പെരുംജീരകം, ഉലുവ, ആശാളി, തിപ്പല്ലി, കാട്ടുമുളകിൻ വേര്, ചുക്ക്, കൊടുവേലി, അയമോദകം, ഇന്ദുപ്പ്, ചെറുള, ദേവദാരം തുടങ്ങിയവയുടെ കൂട്ടാണ് കർക്കിടക ഔഷധക്കഞ്ഞി. KV അഷ്ടമൂർത്തി പ്രസിഡന്റും A. പത്മനാഭൻ സെക്രട്ടറിയും, M. സോമസുന്ദരൻ ട്രഷററും, M. ചന്ദ്രശേഖരൻ വൈസ് പ്രസിഡന്റും, സുനിൽ P. മേനോൻ ജോയിന്റ് സെക്രട്ടറിയും, M. രാജേന്ദ്രൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജീവനയുടെ ഭരണസമിതിയാണ് കഞ്ഞിക്കൂട്ട് വിതരണം ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തത്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മുല്ലക്കര 17ാം ഡിവിഷനിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലക്കര ഡിവിഷനിൽ കാൽനട ജാഥ നടത്തി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു നയിച്ച ജാഥ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. NS നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ ബേബി പാലോലിക്കൽ, ജോണി അരിമ്പൂർ, CV സുമേഷ്, സഫിയ നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മദ്യലഹരിയിൽ ബന്ധുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. 2025 ഓഗസ്റ്റ് 8-ാം തീയതി രാത്രി 10:15 ഇരിഞ്ഞാലക്കുട കനാൽ ബേസ് സ്വദേശി അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ ഹിരീഷ് എന്നയാളെ കനാൽ ബേസിലുള്ള വീടിന് മുൻപിൽ വെച്ച് മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ ഇരിഞ്ഞാലക്കുട കനാൽ ബേസ് സ്വദേശി അരിക്കാട്ടുപറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ്, GS CPOമാരായ മുരുകദാസ്, ദേവേഷ്, സവീഷ്, ദിനുലാൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭാരതീയ ദളിത് കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. നടത്തറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് സുബ്രൻ പൂച്ചട്ടി, DCC സെക്രട്ടറി ML ബേബി, രാജീവ് CC, AR പ്രേമദാസൻ, PK വാസുദേവൻ, ബീന ഡൊമിനിക്, മിനി വിനോദ്, റോണി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് ക്രയോൺസ് വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ വാട്ടർ കളർ മത്സരവുമാണ് സംഘടിപ്പിച്ചത്. നടത്തറ മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ചിത്രരചന ക്യാമ്പ് നടത്തറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. കുട്ടികളുടെ ചിത്രരചനാ പാഠം വിളിച്ചോതുന്ന വലിയൊരു വേദിയായിട്ട് ഈ സംരംഭം മാറട്ടെ എന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ സുബ്രൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ അഭിനന്ദിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു.
മാടക്കത്തറ നടത്തണ പഞ്ചായത്തുകളുടെ ഫുട്ബോൾ പരിശീലനം മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ഭീഷണിക്കെതിരെ പച്ചയണിഞ്ഞ് മൺസൂൺ വാക്ക് തൃശൂർ SP സലീഷ് S ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മണ്ണുത്തി സൊസൈറ്റി ഹാളിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.